ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ ഒന്നും ഇടാൻ അധികമില്ല എന്നല്ല. രാവിലെ തന്നെ എന്തായാലും ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുളിച്ചിട്ട് ആഹാരം കഴിക്കാം എന്നാണ് വിചാരിച്ചത്. എന്നുവെച്ചാൽ ഇന്ന് തൊട്ട് 5 ദിവസത്തേക്ക് നൊയമ്പാണ് നമ്മുടെ വെട്ടുകോട്ടത്തിൽ. അതായത് അർദ്ധനാരീശ്വര ക്ഷേത്രമാണ്. അവിടെ വിളക്കെടുപ്പ്, പൊങ്കാല എന്ന് വെച്ചാൽ എന്താ പറയുക, ഓരോരോ നാനാഭാഗത്തു നിന്നുള്ള പുരുഷന്മാർ വന്ന് സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുക. അത് ആ അമ്പലത്തിലെ ഒരു നേർച്ചയാണ് കേട്ടോ. ഭയങ്കര നല്ലതാണെന്നാണ് പറയണേ. അപ്പോൾ അവിടെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്, അപ്പോൾ തിങ്കളാഴ്ചയാണ് പൊങ്കാല. അപ്പോൾ 5 ദിവസം നമ്മൾ നൊയമ്പെടുത്തിട്ട് വേണം പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ രാവിലെ കുളിച്ചിട്ടാണ് നമുക്ക് ആഹാരം വെച്ച് കഴിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് രാവിലെ തന്നെ കുളിയും ജപമൊക്കെ ഇന്ന് തൊട്ട് 5 ദിവസത്തേക്ക്. അതിൽ കൂടുതലില്ല. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പിന്നെയും പഴയ പോലെയാവും. എന്താ വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഈ പട്ടിക്കുട്ടികൾ, പൂച്ചക്കുട്ടികൾ, കോഴി ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ അവരുടെ നോട്ടം എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് രാവിലെ കുളിച്ചിട്ട് പിന്നെ അവരെല്ലാം നോക്കി പിന്നെ മുഷിഞ്ഞ് പിന്നെ നമുക്ക് വൈകുന്നേരം കുളിക്കാണ്ട് നമുക്ക് കിടക്കാനേ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ വൈകിട്ട് സന്ധ്യ നേരത്താണ് കുളിക്കാറ്. അപ്പോൾ സന്ധ്യയ്ക്ക് വിളക്കുകൊളുത്തുന്നതിന് മുമ്പ് ആ സമയത്താണ് ഞാൻ കുളിക്കാറ്. അപ്പോഴത്തേക്ക് എല്ലാ ജോലിയും തീരുമല്ലോ. രാവിലെ കുളിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഇത്രയും ജോലി ചെയ്ത് നമ്മളങ്ങോട്ട് മുഷിയുക. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വിശേഷമുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പൊങ്കാല ഇടാൻ പോകുമ്പോൾ പൊങ്കാലയുടെ വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്ത് ഞാനിടാം. പിന്നെ നമ്മുടെ ഇവിടെ പുത്തങ്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ആ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് വിളക്കെടുത്ത് വെട്ടുകൂടത്തിൽ എല്ലാവരും പോവുക. അപ്പോൾ പുത്തങ്കാവിൽ തിങ്കളാഴ്ച തൊട്ട് അവിടെ അന്നദാനം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാണ്ട് ഞാൻ പോയി അന്നദാനം ഉണ്ണുന്നുണ്ട്. ഇന്നും പോകുന്നുണ്ട്. ഇന്നും ഉച്ചയ്ക്ക് പോയി അവിടെ പോയി അന്നദാനം ഉണ്ണും. അങ്ങനെ 10 ദിവസമുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.